പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പിൽ ആട് ആട് നീയാടാട് നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചേലാടാട് നീയില്ലെങ്കിൽ ഇന്നീ ജന്മം വേനൽ കനവായി പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനെ. എന്താണ് ആ ഉദ്ദേശം? എൻ്റെ ആളിയെ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കന്നെ അല്ലേ? എൻ്റെ ഭാര്യയെ ഒരു വിഷാദ രോഗിയാക്കി മാറ്റിയിട്ട് അടങ്ങുമെന്ന് തന്നെ. വിഷാദ രോഗിയോ? എന്തിന്? അവളിത് തോറ്റത്തിൽ നിന്ന് വെളിയിലായി കഴിഞ്ഞാൽ അവൾക്ക് അവസാനം മാനസികമായിട്ട് ഒന്നാമത് ചെറിയ കാര്യം മതി അവൾക്ക് മനസ്സിലിട്ട് ഇങ്ങനെ പെരുപ്പിക്കും. അളിയ അതിന് മത്സരിച്ചില്ലല്ലോ, മത്സരിക്കാൻ പോണേലേ ഉള്ളൂ. മത്സരിച്ചതിന് ശേഷമല്ലേ ഔട്ടാവുന്നതൊക്കെ. അതുകൊണ്ടാണ് അതിന് മുമ്പേ ബുദ്ധിപൂർവ്വം ഞാൻ പറയണത് വെറുതെ ഇല്ലാത്ത പൊല്ലാപ്പൻ ഇറങ്ങണ്ടെന്ന്. ഇവക്ക് കിട്ടൂല. അങ്ങനെ പറയല്ലേ, ബി പോസിറ്റീവ് അളിയാ. നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ? കിട്ടുമെന്ന് പറഞ്ഞു പോണം. അല്ല കിട്ടാതെ നമ്മൾ ചുമ്മാ അങ്ങ് പറയണ ഔട്ടാവുന്ന. കിട്ടുമെന്ന് പറഞ്ഞ അങ്ങ് ചെല്ലുമ്പോ കിട്ടാതാകുമ്പോ ഇവക്ക് ഭ്രാന്താവും. അത് തന്നെ സംഭവിക്കാൻ പോണത്. അത് തന്നെ. ചേട്ടൻ നാത്തും പോട്ടെ, എങ്ങാനും ജയിച്ചാലോ? എന്ത് എങ്ങാനും ജയിച്ചാലോ അല്ലേ? ഈ എങ്ങാനും എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രതീക്ഷയില്ലല്ലോ. ആ പ്രതീക്ഷയില്ലായ്മ തന്നെയാണ് എനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊന്നും പോണ്ടെന്ന്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിനക്ക് പ്രതീക്ഷ വരാതിരിക്കില്ല, കാരണം നീ അവളുടെ ആങ്ങളയല്ലേ. പിന്നെ നിന്റെ കാര്യത്തിൽ അവക്കും അങ്ങനെ തന്നെ ഭയങ്കര പ്രതീക്ഷ. പിന്നെ കുറേ വർഷമായിട്ട് മികച്ച ആങ്ങളും മികച്ച പെങ്ങളും ഇവർ തമ്മിൽ ആ പങ്കിട്ടുകൊണ്ടിരിക്കുക അവാർഡ്. വേറെ ആർക്കും കൊടുക്കൂല അത്. മികച്ച ആങ്ങളെ ഇവളെങ്ങാനും പാടി വലിയ നിലയിലൊക്കെ ആയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം നോക്കാൻ ആരെങ്കിലും ഇവിടെ ഏർപ്പാട് ചെയ്ത് തരണം. എന്തിനാ? പിന്നെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അല്ലെ ഇവിടെ വലിയ പാട്ടുകാരി ആയാലേ അല്ലെങ്കിൽ പാലേ പോയി പെങ്ങളുണ്ടല്ലോ അവിടെ. മികച്ച പെങ്ങൾ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഓ, അപ്പൊ എന്നെ നൈസായിട്ട് ഒഴിവാക്കാനുള്ള പുതിയ അടവാണ്. എന്നെ ഇവിടെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചു. അളിയ അവളുടെ ഉള്ളിൽ ഒരു കലാകാരിയുണ്ട്. ആ കലാകാരിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ജനം മൊത്തം അറിയട്ടെ, നമ്മൾ മാത്രം കേട്ടാ പോരല്ലോ. അവളുടെ ഉള്ളിൽ നല്ലൊരു കുടുംബനാഥയുണ്ട്. കുടുംബം നോക്കാൻ അന്തസ്സായിട്ട് അവൾ കുടുംബം നോക്കണുണ്ട്. അത് നിങ്ങളാരും മറക്കല്ലേ കേട്ടോ. അപ്പൊ കുടുംബനാഥ എന്ന് പറയാൻ പാട്ടൊക്കെ വേണം നിൽക്കണോ? അവൾ ഇവിടെ പാടട്ടെ. ഇവിടെ പാടേണ്ടല്ലോ. അവള് നാട് മുഴുവൻ പാടേണ്ടവളാണ്. ഒരിക്കൽ അളിയനാണ് അവൾ ഈ പാട്ട് മുടക്കിയത്, ഓർമ്മയുണ്ടല്ലോ. അത് ചെന്നൈയിൽ എന്താ സംഭവിച്ചത്? അതിന് കാര്യമുണ്ട്. അത് അവളെ പാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ട അന്യ സംസ്ഥാനത്ത് പോയി പാടേണ്ടവളൊന്നുമല്ല. അവൾ ഇവിടെ വീട്ടിൽ പാടണം. ബി പോസിറ്റീവ്. നമ്മളിപ്പോ ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ അമൃത ടിവിയിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്കൊരു അവസരം അവൾ പാടി നോക്കട്ടെ. നമുക്ക് എന്തടി ഒരു കുഴപ്പമില്ല, നമുക്ക് പോസിറ്റീവ് കിട്ടൂല. ഞാനാണ് പറഞ്ഞത് കിട്ടൂല. അത് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണം. ബി പോസിറ്റീവ്. നീ പോസിറ്റീവായിട്ട് എവിടെ അങ്ങോട്ട് ഇറക്കത്തുന്നത്? നമുക്ക് പാടാൻ അറിയില്ല. എനിക്ക് പാടാൻ അറിയത്തില്ല. നമുക്ക് എന്തോ അറിയാം. നമുക്ക് ഡാൻസ് അറിയാം, പക്ഷെ ഡാൻസിന്റെ മത്സരമല്ലല്ലോ. ഉണ്ടെങ്കിൽ നീ ഞാൻ കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഇതിപ്പോ എന്റെ ഭാര്യ നീ ഇങ്ങനെ പ്രദർശനം നമ്മൾ പരസ്പരം അംഗീകരിക്കണം. നമ്മളെ വീട്ടിലൊരു കലാകാരിയോ കലാകാരോ നമ്മൾ അംഗീകരിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അല്ല നിരുത്സാഹപ്പെടുത്താനല്ലേ. നീ ഒരു കാര്യം ഓർത്തോ, ഭർത്താവിനെ ധിക്കരിച്ചാണ് ഈ പോവാൻ പോണത് കേട്ടാ. അല്ലയാ നീ ഇപ്പൊ ഒരുങ്ങിക്കാണല്ലോ, ഞാൻ പോയത് വേഷം വരട്ടെ. പിന്നെ ഇടി ഇല്ലേ, പിന്നെ വീണ്ടും ഒരുങ്ങി കെട്ടി ഇറങ്ങണ്ടേ? ഇതാകുമ്പോ ഇന്നത്തെ കാര്യം അറിയാലോ. പോയിട്ട് എന്തെങ്കിലും സെലക്ഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ അറിയാലേ. ഒരു കുഴപ്പമില്ല, ഞാൻ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ മതി. ഞാനിപ്പോ വരാം. നിനക്കേ പോവാൻ ഇറങ്ങുമ്പോ തന്നെ മനസ്സ് പഠിപ്പിക്കും. അതുപോലെ അങ്ങ് പാടിയാ മതി. ചിരിച്ചോണ്ട് പാടണേ. ഇപ്പൊ ഒരു ടെൻഷൻ മുഖത്ത് കാണിക്കല്ലേ. ചിരിച്ച് ഇതൊന്നും ആലോചിക്കണ്ട. അമ്മ സൂപ്പർ ആയിട്ട് പാടും. ഇമ്മിണി വലിയ ഫാനിന്റെ ആൾക്കാരെ കാണാനായിട്ട് അകത്താ. നമ്മുടെ പേരാണ് എഴുതണോ? നമ്മള് CD ആക്കി നന്നായല്ലേ. ഇല്ലേ പിന്നെ പേടിക്കാതെ ചിരിച്ചോണ്ടോ. ഇമ്മിണി വലിയ ഫാനിന്റെ ഗസ്റ്റ് റൂമിലേക്ക് വിളിക്കാമേ. എവിടെയാണ്? അവിടെ. അതെ നിങ്ങൾ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് വാട്സപ്പ് ചെയ്യും, ഞങ്ങളത് കാണട്ടെ. ഓക്കെ, അതെ ഞങ്ങൾ നോക്കിയിട്ട് അറിയിക്കാം. ഓക്കെ ഓക്കെ. എന്തേ? എൻ്റെ പേര് KCB-ലാണ്. ഇമ്മിണി വലിയ ഫാനിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് CD കൊണ്ടുവന്ന.
അയ്യോ അത് വാട്സപ്പ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അല്ല ഞങ്ങളിവിടെ അടുത്ത താമസിക്കുന്നത്. ആണോ? ആ അല്ല പെർഫോമൻസ് ഈ സി ഡിയിലുണ്ടോ? ഉണ്ട്, പക്ഷേ ഇപ്പോൾ സാധനം ലൈവായി പാടിത്തരുന്നു. അല്ല മനസ്സിലായില്ല. എൻ്റെ സിസ്റ്ററാ തങ്കം, നന്നായി പാടും. എത്രയാണ്? എന്തായി വാനമ്പാടി? സമ്മാനം കിട്ടിയോ? ഇതെന്തെങ്കിലും ഒന്ന് പറ, ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന എന്താ? നീ ഒറ്റ എല്ലാത്തിനും കാരണം. അതിന് ഞാൻ എന്ത് ചെയ്ത്? നീ പരസ്യം എന്നെ മൊത്തം കാണാൻ സമ്മതിച്ചില്ലല്ലോ. ഞങ്ങളവിടെ പോരുന്നളിയാ. അപ്പോൾ ഈ പ്രോഗ്രാമിന് ആളെ കണ്ടു. അപ്പോഴാ പുള്ളി പറയുന്നത് ഈ യഥാർത്ഥത്തിൽ കാസ്റ്റിംഗ് കോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു? നോക്കിയായിരുന്നു. ആ അതിലെന്താ പറഞ്ഞിരുന്നത്? ഗായകർക്ക് അവസരം കൊടുക്കുന്നു, പാടാൻ അവസരം കൊടുത്തിരിക്കുന്നു. അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഇമ്മിണി വലിയ ഫാൻ എന്ന പ്രോഗ്രാമിൽ അവസരം കൊടുക്കുന്നത്. എവിടെയെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ അതെന്താണെന്നും എങ്ങനെയാണെന്നും അന്വേഷിക്കാതെ ഇറങ്ങി ചാടി പുറപ്പെടേണ്ട കാര്യമുണ്ടോ? ഒന്നത് മനുഷ്യനിവിടെ സമയമില്ലായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഓരോന്നും ഇടി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കാനും പറഞ്ഞതല്ല. പോട്ടെ, ഇനി നിങ്ങൾക്ക് പറ്റുന്ന പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കൃത്യമായും നിങ്ങളെ തന്നെ ആദ്യം പരിഗണിക്കും. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുക തന്നെ ചെയ്യും. ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ. ബി പോസിറ്റീവ്. അതെ, കാളയും കയറുമായിട്ടുള്ള ബന്ധം അറിയാവോ? കാള് വെറ്റുന്ന കേൾക്കുമ്പോ കയറെടുക്കും, അങ്ങനെയല്ലേ? അത് തന്നെ. നിനക്കത് അറിയായിരുന്നോ? സമയം കിട്ടുമ്പോ യവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അളിയോ അപ്പോഴേക്കും അങ്ങ് ഡെസ്പായോ? ബി പോസിറ്റീവ്, ബി പോസിറ്റീവ്. Alien versus Alien.